ഇന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, കടങ്ങൾ, അതായത് ഒരുപാട് കടങ്ങൾ മേടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. അത് കൊടുത്തു തീർക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കടങ്ങൾ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടി കടങ്ങൾ കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാത്തവരുണ്ടായിരിക്കാം. അവരുടെ ഇത്തരത്തിലുള്ള, അതായത് ഈ കടബാധ്യതകളൊക്കെ മാറാനുള്ള എന്താണ് ഇപ്പോഴത്തെ സൊല്യൂഷൻ, എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു റീഡിങ്ങാണ് നമ്മളിന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കടബാധ്യതകളെല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു പ്രയർ, ഒരു അഫർമേഷൻ കൂടി നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 കാർഡ്സ് എടുക്കാം. റീഡിങ് നോക്കാം. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് വൺസ് ആണ്. ഇതിൽ പറയുന്നത് പ്രതീക്ഷ രീതിയിലുള്ള ഒരു തരത്തിലുള്ള മുന്നേറ്റവും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല. അതായത് നിങ്ങൾ എത്ര തന്നെ കഠിന പരിശ്രമം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വരവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടം ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഭയങ്കര ഉത്സാഹക്കുറവ് വരുന്നുണ്ട്, ഭയങ്കര ക്ഷീണം, ആത്മവിശ്വാസക്കുറവ്. ഇനി നിങ്ങൾക്കൊന്നും നേടാനില്ല. നിങ്ങൾ ഒരു വലിയൊരു പ്രതിസന്ധിയിൽ ഉൾപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊന്നും തന്നെ നേടാനില്ല. ആ നേട്ടം ശാശ്വതമാവില്ല, നിങ്ങൾക്ക് ഒരു കഴിവില്ല എന്നുള്ളൊരു വല്ലാത്തൊരു ഫീലിങ്സ് നിങ്ങളതിനെ അകറ്റുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇപ്പം നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും തടസ്സപ്പെടുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ആവും, ടൈം എടുക്കും, അതിൽ നിന്ന് റിക്കവർ ആവും. നല്ല ഒരു പദ്ധതിയും ആഗ്രഹമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ അത് എങ്ങനെ വേണം, അതെങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയാണത് മുന്നിലേക്ക് കൊണ്ടുവന്ന് നല്ല പേടിയുണ്ട്. കാരണം വലിയൊരു ബാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അത് പലരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു പേടിയുണ്ട്, ഇനിയൊരു ആശയം പറയുമ്പോൾ ഇവരെങ്ങനെ എടുക്കുമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾ വലിയ വലിയ പ്ലാൻസ് കാര്യങ്ങളൊന്നും തന്നെ കൊണ്ടുവരണ്ട. ഇപ്പോൾ നിലവിലുള്ള ബാധ്യതകൾ തന്നെ നിങ്ങൾ ഒതുക്കി തീർക്കാനായി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വളരെ സാവധാനത്തിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അത് ക്ലോസ് ചെയ്യും. അതിനുശേഷം ഒരു ബ്രേക്കിനൊക്കെ ശേഷമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നിലേക്ക് വരാനുള്ള, അതായത് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഉത്സാഹക്കുറവോ അല്ലെങ്കിൽ വിഷമം, വിഷാദം, ഇതൊന്നും നിങ്ങൾ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റ്, അതിലൊന്നും നിങ്ങൾ വറീഡ് കാര്യമില്ല. സമയമുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു സ്ലോ ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ദിവസം കൂടെ, കുറച്ച് നാളും കൂടി അങ്ങനെ തന്നെ തുടരും. എന്നിട്ടാണ് നിങ്ങൾ നല്ല രീതിയിലേക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതിൽ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ കഠിനാധ്വാനം വളരെയധികം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. ഒരു തെറ്റിൽ നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പുരോഗമനം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ആത്മവിശ്വാസക്കുറവാണ്. ഇനി നിങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തോന്നൽ. കാരണം നിങ്ങൾക്ക് പലരിൽ നിന്ന് അതാണ് കിട്ടുന്നത്. നീ ഇത്ര ബാധ്യത ഉണ്ടാക്കിയ ഒരാളാണ്, നീ ഇത്ര ഒരു കടങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ് എന്നുള്ളത്. അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇനി കടം കൊടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ വെയിറ്റ് ചെയ്യേണ്ട ടൈം പീരീഡാണ്. അവർ നിങ്ങൾക്ക് തരാനുള്ളൊരു എമൗണ്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ചോദിക്കുമ്പോൾ അവർക്ക് ഭയമുണ്ട്, മനസ്സിൽ ഭയമുണ്ട്. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് പുഷ് ചെയ്ത് കഴിഞ്ഞാലാണ് കിട്ടുള്ളൂ. എന്നിരുന്നാലും അവരുടെ ഉള്ളിലൊരു പേടി കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മാനിക്കണം. അപ്പോൾ ഈ കടം കൊടുക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ പദ്ധതികൾ, പുതിയ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ തുടങ്ങി ഇപ്പോൾ വെക്കുന്നുണ്ട്. വളരെ ആലോചിച്ച് നല്ല രീതിയിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. ആത്മവിശ്വാസക്കുറവ് നിങ്ങളെ പല തരത്തിലും ഡൗൺ ആക്കും. കാരണം മുന്നിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് തുടങ്ങി വെച്ച് പിന്നെ നിങ്ങൾ അവിടെ നിൽക്കും. അങ്ങനൊരു സാഹചര്യം ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ അത്രേ ഞാനിതിൽ പറയുന്നുള്ളൂ. മൂന്നാമത്തെ കാർഡ് നോക്കാം. മൂന്നാമത്തെ കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കഷ്ടപ്പാടുകളെല്ലാം അവസാനിക്കുന്ന ഒരു ടൈമാണ്. നേരത്തെ കാർഡിൽ പറഞ്ഞ പോലെ പുതിയ പദ്ധതികൾ, കാര്യങ്ങളെല്ലാം നിങ്ങൾ തുടങ്ങി വയ്ക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്സാഹക്കുറവ്, ഒരു ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങരുത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ മാക്സിമം മെച്ചപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ, കാര്യങ്ങൾ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം വളരെ വളരെ സാവകാശം, ചിലർ തുടങ്ങി വെച്ചിട്ട് അങ്ങനെ ആ വഴി പോകുന്നവരുണ്ട്. പക്ഷേ തുടങ്ങി വെച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നിലേക്ക് പോകണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പോകുന്നവർക്ക് നല്ലൊരു തുടക്കമാണത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു നല്ല രീതിയിൽ മുന്നിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ആത്മവിശ്വാസം തന്നെയാണ് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്. കാരണം അകന്നു പോയിട്ടുള്ള ബന്ധങ്ങളെല്ലാം മെച്ചപ്പെടും, സഹായം ലഭിക്കാനുള്ള പുതിയ അവസരങ്ങൾ തുറക്കും, പഴയ വിഷമങ്ങൾ സാഹചര്യങ്ങളെല്ലാം നിങ്ങളെ വിട്ടു പോകും. കാരണം അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു റിക്കവറി ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ സക്സസ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ആത്മവിശ്വാസത്തോടു കൂടി എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, നിങ്ങൾ ചെയ്യാതെ തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്ന് 10 പേരോട് പറഞ്ഞു നടക്കരുത്. തുടക്കം കുറിക്കുക, നിങ്ങൾ ആരോടും പറയേണ്ട, തുടക്കം കുറിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ മുന്നിലേക്ക് പോവുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരിക. നിങ്ങൾ 10 പേരെടുത്ത് ഞാൻ തുടങ്ങാൻ പോവുകയാണ്, തുടങ്ങി അങ്ങനെയൊന്നും പറയേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും സക്സസ്സിലേക്ക് എത്താനും പോകുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങളെ തന്നെ, നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കൈകാലുകളും എല്ലാം നിങ്ങളെ സഹായിക്കും. അപ്പം മറ്റുള്ളവരും നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഒരു വാക്കുകൊണ്ടൊക്കെ അകന്നുപോയ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു വരും, തെറ്റിദ്ധാരണകളൊക്കെ പരിഹരിക്കും. ഒറ്റപ്പെട്ടതായിട്ടൊക്കെ തോന്നിയിട്ടുള്ള സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പരിഹരിച്ച് നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ കടങ്ങൾ കൊടുത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക, കുറച്ച് ടൈം പീരീഡ് അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ കടം മേടിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. കാരണം മേടിച്ചവനിൽ നിന്ന് 10,000 20,000 മേടിച്ചവനിൽ നിന്ന് അവന് ലക്ഷങ്ങളുണ്ടായിരിക്കും, അവനത് ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നലുകളുണ്ടായിരിക്കും. പക്ഷേ പൈസ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. പിന്നെ ഇതിൽ ഭയങ്കര 3 കാർഡ്സിൽ നമുക്ക് മൂന്നാമത്തെ കാർഡിൽ മാത്രമാണ് കുറച്ച് പോസിറ്റീവായിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും കൂടുതൽ നെഗറ്റീവ്, അതായത് കൂടുതൽ പറയുമ്പോൾ നെഗറ്റീവിലേക്ക് കൂടുതൽ പോകും, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡള്ളാവും. അപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് വശങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ സ്ഥിതി വളരെ മോശമാണെന്നുള്ളതൊക്കെ കാർഡിൽ പലതിലും സൂചിപ്പിക്കുന്നുണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ, മറ്റുള്ള വീഡിയോസിൽ ഞാൻ പറയുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലർക്കും കരച്ചിൽ വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പേഴ്സണൽ റീഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പലരും മെസ്സേജ് അയക്കാറുണ്ട്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീർക്കാനായിട്ട് ഒരു പ്രയർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ആവശ്യം, അതായത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ചിലവായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് വേണമെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. എവിടെയൊക്കെ നിങ്ങൾ പണയം വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പൈസ വരാനുണ്ട്, കൊടുത്തിട്ടുണ്ട്, ആ പൈസയൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങളതൊക്കെ കൊടുത്തു തീർക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് ഈ വരികൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. എന്നിട്ട് അത് വീണ്ടും കേൾക്കുക. ദിവസത്തിൽ നമ്മളൊരു ഉറങ്ങുന്നതിന് മുൻപും രാവിലെ എണീക്കുമ്പോഴും, മാക്സിമം ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. പ്രപഞ്ചമേ, എൻ്റെ തലയിലുള്ള എല്ലാ സാമ്പത്തിക കടബാധ്യതകളും എനിക്ക് എത്രയും വേഗം തീർത്തു തരണമേ. പണം വരാനുള്ള എല്ലാ വഴികളും എൻ്റെ മുന്നിൽ തുറക്കണമേ. എൻ്റെ കഠിനാധ്വാനത്തിന് തക്കതായ ഫലം എനിക്ക് നൽകണമേ. എൻ്റെ കുടുംബത്തിൽ നിന്നും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ സമ്പത്തും സമാധാനവും നിറയ്ക്കണമേ. കടങ്ങളില്ലാത്ത സ്വതന്ത്രമായ ഒരു നല്ല ജീവിതം എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ. നന്ദി, നന്ദി, നന്ദി. ഇനി രണ്ടാമത്തതൊരു അഫർമേഷനാണ്. ഞാൻ എൻ്റെ എല്ലാ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മുക്തനാണ്. സമ്പത്തും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ ഒഴുകി വരുന്നു. എൻ്റെ എല്ലാ കടങ്ങളും ഞാൻ ഇപ്പോൾ വിജയകരമായി വീട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, എഴുതാം, മൈൻഡിൽ ചാൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു അഫർമേഷനും നിങ്ങൾ എപ്പോഴും ശീലമാക്കുക, എപ്പോഴും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക, എപ്പോഴും നിങ്ങൾ മൈൻഡിൽ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അഫർമേഷനും പ്രയറും ആണത്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡബ്ലൈറ്റ് എന്നല്ലെങ്കിൽ അബോണ്ടൻസ് എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ എമൗണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. അഫർമേഷൻ ഞാൻ തന്ന അഫർമേഷൻ വളരെയധികം പവർഫുള്ളാണ്. നിങ്ങളത് ഡെയിലി നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതുകയാണ്, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ എഴുതുകയാണ്, 10 വട്ടം ചൊല്ലുകയാണ് അല്ലെങ്കിൽ 20 വട്ടം ചൊല്ലുകയാണെന്നുണ്ടെങ്കിലൊക്കെ വളരെയധികം മിറാക്കിളായിട്ടുള്ള ഒരു മൊമെൻ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും.
നല്ല മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.